എനിക്ക് അണ്ടർ വെയിറ്റ് ആയിരുന്നു. എന്റെ ഹൈറ്റ് വരുന്ന 69ആണ്, ആ 169ആണ്. പക്ഷെ വെയിറ്റ് ഉണ്ടായിരുന്നത് 59 ആയിരുന്നു. അപ്പൊ ഓ ഭയങ്കര ക്ഷീണം, പിന്നെ ഒരു കോൺഫിഡൻസ് കുറവ്, അതുപോലെ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴുള്ള ഭയങ്കര കവിളൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പൊ ഇതിന് ശേഷമാണ് ഇങ്ങനെ ആയത്. ഇതുപോലെയൊക്കെ ആ ഒന്ന് സ്മൈൽ ചെയ്യാൻ കോൺഫിഡന്റ് ആയിട്ട് ചിരിക്കാനൊക്കെ പറ്റിയത്. ഇതിനു മുന്നേ ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. ഓ പിന്നെ ഞാനൊരു അയ്യോ ഡിജിറ്റൽ മാർക്കറ്റാണ്, 5 ഇയേഴ്സ് ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് അതില് പല രീതിയിലുള്ള ലിമിറ്റേഷൻസ് ഒക്കെ വന്നപ്പോഴാണ് മിസ്റ്റർ അനീഷ് മുഹമ്മദ് എന്റെ കോച്ചിനെ കണക്ട് ചെയ്തത്. ഓക്കെ, അതിനുശേഷം എനിക്ക് കിട്ടിയ റിസൾട്ട് ആണ് ഞാനിപ്പോ ഈ ഇരുന്ന് സംസാരിക്കുന്നത്. ഈ കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് എനിക്ക് മാറാൻ പറ്റിയത്. മാത്രമല്ല, അക്കാദമിക്ക് വന്ന വെൽനസ് സെമിനാറിന് വന്നപ്പോഴത്തെ ഒരു ഫോട്ടോ ആണ്. ഞാൻ അങ്ങനെ പോലും ഫോട്ടോ അധികം എടുക്കാറില്ല. ഈ ഒരു പ്രോഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സറിഞ്ഞ് ചിരിക്കാനും അതുപോലെ തന്നെ ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ ഉള്ള കോൺഫിഡൻസ് കിട്ടിയത്. അതുപോലെ എനിക്ക് മൈഗ്രെയിൻ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ യാത്ര ചെയ്യുമ്പോൾ വോമിറ്റിംഗ് അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇപ്പോ എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ആയിട്ട് കാണുന്നത്. ഓക്കെ. കൊറേ ഇപ്പൊ പിക്ചർ കാണുമ്പോ തന്നെ ഉണ്ടായിരുന്ന അനൂപെന്നല്ലേ പേര്? അതെ അതെ. അനൂപിന് ഉണ്ടായിരുന്ന കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ആയിട്ടുണ്ടെന്നുള്ളത്. കാരണം ഫസ്റ്റ് പിക്ചറിൽ വളരെ എന്താ പറയാ, ഒരു ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ഒരു രൂപം പോലെ തോന്നുന്നു. കാരണം നമ്മളെ ഇഷ്ടപ്പെടുക എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു രൂപത്തിലേക്ക് വരുമ്പോഴാണ് അല്ലെ. അതിപ്പോ എക്സസ് വെയിറ്റിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും പ്രോബ്ലം ഉണ്ടാവും, അണ്ടർ വെയിറ്റിൽ പോയി കഴിഞ്ഞാലും വളരെ ഒട്ടിയ കവിളൊക്കെയായിട്ടൊക്കെ ഇരിക്കുമ്പോഴേക്കും നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടാണ്ട് വരും. അത് തന്നെയാണ് അനൂപും പറഞ്ഞത്. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല, ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ടയർഡ്നെസ് കൂടുതലായിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്? ടയർഡ്നെസ് എങ്ങനെ വ്യത്യാസം വന്നിട്ടുണ്ട്? ടയർഡ്നെസ് പ്രശ്നമില്ലേ, കാരണം ഞാൻ നന്നായിട്ട് അതിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇപ്പോ നമുക്ക് എന്താ പറയാ, എക്സസ് വെയിറ്റ് ഉള്ളപ്പോ ആൾക്കാർക്ക് അതൊരു വെയിറ്റ് കൂടിയതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് അല്ലെ. പക്ഷെ അണ്ടർ വെയിറ്റിൽ പോകുന്ന ആൾക്കാർക്ക് അറിയാം അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ. കാരണം എന്തും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മൈൻഡ് ചെയ്യുന്നതനുസരിച്ച് ശരീരത്തിന് പ്രവർത്തിക്കാനായിട്ട് ക്ഷീണം കൊണ്ട് സാധിക്കാണ്ട് വരും. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്നത്, നമുക്ക് ഇത്രയും വെയിറ്റ് കുറവുള്ളത് കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോയാൽ പോലും നമ്മൾ മാറ്റി നിർത്തപ്പെടാനും കൂടി ചാൻസ് കൂടുതലാണ് അല്ലെ. എവിടെയെങ്കിലും ചെന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റില്ല. ഇത് നമ്മള് ഓവറോൾ നമ്മളുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന കാര്യമാണ്. ഏറ്റവും പ്രധാനം നമ്മൾ ചെയ്യുന്ന കാര്യമാണെങ്കിലും ശരി, എന്തൊരു കാര്യത്തിലും നമുക്ക് വേണ്ടത് നമ്മളുടെ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ലൈഫ് കറക്റ്റ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതാണ് അനൂപിന് ഈ ഒരു പ്രോഗ്രാം എടുത്തതിലൂടെ കിട്ടിയതെന്ന് പറഞ്ഞു. ഇപ്പൊ ഹാപ്പിയാണോ അനൂപ്? അതെ അതെ അതെ, തീർച്ചയായും ഹാപ്പിയാണ്. അപ്പൊ ഇനിയിപ്പോ എത്ര കിലോ വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ടുണ്ട്? ഇപ്പൊ അറൗണ്ട് ഞാനൊരു 65 എത്തിയിട്ടുണ്ട്. 65 എത്തിയിട്ടുണ്ട്. അതെ അതെ. ഓക്കെ, അതിന്റെ കൺഗ്രാറ്റുലേഷൻസ്. മാറ്റമാണ് ഇപ്പൊ ഉള്ളത് ഈ കാണുന്നത്. ഓക്കെ. ആ ഒരു ചെറിയ വെയിറ്റ് ഗെയിൻ വന്നപ്പോ തന്നെ നമുക്ക് ഇത്രയും നല്ല മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിച്ചു അല്ലെ. അപ്പോ കറക്റ്റ് ആയിട്ട് കോച്ചസ് പറയുന്ന രീതിയിൽ തന്നെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ ഫോളോ അപ്പ് ചെയ്യുക. നല്ലൊരു റിസൾട്ട്, ഇനിയും കൂടുതൽ ആക്ടിവിറ്റീസ് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സാധിക്കട്ടെ. നമ്മളുടെ ശരിക്കും പ്രൊഡക്ടിവിറ്റിയെ ഇംപ്രൂവ് ചെയ്യാനും കൂടെ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോ കോച്ചസിന്റെ കൈ പിടിച്ച് നടക്കുക. നല്ലൊരു താങ്ക്സ് പറയാലോ കോച്ചസിന്. തീർച്ചയായും. എന്റെ കോച്ചായിട്ടുള്ള മിസ്റ്റർ അനീഷ് മുഹമ്മദ് ആണ്. അദ്ദേഹം ഒരു അമേസിംഗ് റിസൾട്ട് എടുത്തിട്ടുള്ള ആൾ തന്നെയാണ്. എക്സലന്റ് കോച്ചാണ്, നല്ലൊരു വെയിറ്റ് ലോസ് റിസൾട്ട് എടുത്തിട്ടുള്ള ആളാണ്. ഓക്കെ. അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാൻ പറ്റിയത് വലിയൊരു ദൈവത്തിന്റെ അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. താങ്ക് യു കോച്ച്, താങ്ക് യു ഓൾ സീനിയർ കോച്ചസ്. ഓക്കെ, താങ്ക് യു അനൂപ്. എക്സലന്റ് ആയിട്ട് നല്ലൊരു കോച്ചിനെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. മാക്സിമം കോച്ചിനെ യൂസ് ചെയ്യുക, നമ്മളുടെ റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കോച്ചിനെ യൂസ് ചെയ്യുക. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ഒരാളും കൂടി ഒന്ന് പെട്ടെന്ന് ഷെയർ ചെയ്തോളൂ, എന്നിട്ട് ഞാൻ എന്റെ റിസൾട്ടും കൂടി പറയാം.